അങ്ങനെ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഈ സീസൺ കഴിഞ്ഞു. പക്ഷെ നമുക്കൊരു കാര്യം നോക്കണം. പാരീസ് സെയിന്റ് ജെർമൻ ഈ സീസണിൽ കുറെ ഗോളുകൾ അടിച്ചു കൂട്ടി. അപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോണത് ഏറ്റവും കൂടുതൽ ഒരു ടീം ഒരു സീസണിൽ എത്ര ഗോളുകൾ നേടിയിട്ടുണ്ട്. ആ റെക്കോർഡാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോണത്. ഒന്നാം സ്ഥാനം രണ്ട് ടീമുകൾ പങ്കിടുന്നുണ്ട്. മറ്റാരുമല്ല, ഒന്ന് FC ബാർസലോണയും പാരീസ് സെയിന്റ് ജെർമനാണ്. FC ബാർസലോണയും പാരീസ് സെയിന്റ് ജെർമനും മൊത്തത്തിൽ ഒരു സീസണിൽ 45 ഗോൾ അടിച്ച റെക്കോർഡാണ് അവർ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. പാരീസ് സെയിന്റ് ജെർമൻ ഈ സീസണിൽ 25-26 സീസണിലെ ചാമ്പ്യൻസ് ലീഗിലാണ് 45 ഗോളുകളുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒപ്പമുള്ള ബാർസലോണ 45 ഗോളുകൾ നേടിയ സീസൺ ആകട്ടെ 1999-2000 സീസണിലാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇരു ടീമുകൾ ഒന്നാം സ്ഥാനം പങ്കിടുമ്പോൾ രണ്ടാം സ്ഥാനം പങ്കിടുന്നത് രണ്ട് ടീമുകളാണ്. പക്ഷെ മൂന്ന് പേർക്ക് ഒരേപോലെ ഉണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, അപ്പൊ മനസ്സിലാവും. രണ്ടാം സ്ഥാനത്തുള്ളത് 43 ഗോള് വെച്ച് രണ്ട് ടീമുകൾ നേടിയിട്ടുണ്ട്. അത് ബയൺ മ്യൂണിക്ക് 2 തവണ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, ബയൺ മ്യൂണിക്ക് 2019-20 അതുപോലെ 2025-26 ഈ സീസൺ 19-20, 25-26 ഈ രണ്ട് സീസണിലും ബയൺ മ്യൂണിക്ക് 43 ഗോളുകൾ വെച്ച് നേടി തൊട്ട് പിന്നിൽ കഴിഞ്ഞിട്ട് അവരൊപ്പം ഉള്ളത് നമുക്കറിയാം വീണ്ടും ബാർസലോണ തന്നെയാണ്. 2024-25 കഴിഞ്ഞ സീസണിൽ ബാർസലോണ മൊത്തത്തിൽ 43 ഗോളുകളാണ് ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിട്ടുള്ളത്. ഞാൻ ഇതിന് താഴെ വരുന്നത് റയൽ മാഡ്രിഡും ലിവർപൂളും ഒപ്പത്തിനൊപ്പമാണ് വീണ്ടും പങ്കിടുന്നത്. രണ്ടുപേരും 41 ഗോൾ വീതമാണ് നേടിയിരിക്കുന്നത്. റയൽ മാഡ്രിഡ് 2013-14 സീസണിൽ അവർ ചാമ്പ്യനായ സീസണായിരുന്നു. അതുപോലെ ലിവർപൂൾ FC ആവട്ടെ 2017-18 ക്ലോപ്പിന്റെ കീഴിൽ അവരും ആ സീസണിൽ 41 ഗോളുകൾ നേടിയിട്ട്. ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ വർഷം. നിങ്ങൾ കമന്റ് ചെയ്യും, ഇനി ഇതിനൊക്കെ തകർക്കാൻ 45 ഗോളുകളെ തകർക്കാത്ത സീസണിൽ ഏതെങ്കിലും ഒരു ടീം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ടീമിന്റെ പേര് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നോക്കാം അത് ശരിയാവോ ഇല്ലയോ എന്ന്.